പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചല്ലോ. റോമർക്ക് എഴുതിയ ലേഖനം ആരുടെ കൈവശം കൊടുത്തു വിട്ടതാണ്? ഫേബയുടെ കൈവശം. ആര് കൊടുത്തു വിടുന്നു? അപ്പോസ്തലനായ പൗലോസ് കൊടുത്തു വിട്ട ലേഖനമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചായിരുന്നു. 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തൊട്ടാണ് നാം ചിന്തിച്ചു തുടങ്ങിയത്. ആർക്കെങ്കിലും വായിക്കാൻ പറ്റും. ദൈവത്തിന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ സുവിശേഷത്തിനായി വേർതിരിച്ച് വേർതിരിക്കുക, വിളിക്കപ്പെടുക എന്നുള്ളൊരു സബ്ജക്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചായിരുന്നു അല്ലെ. കുറച്ചുപേരെ വേർതിരിച്ചതായി നമ്മൾ പഠിച്ചു. ആരൊക്കെയാണ്? ഗർഭപാത്രത്തിൽ തന്നെ, ഉദരത്തിൽ തന്നെ ഒരാളെ വേർതിരിച്ചു അല്ലെ. ഇരമ്യാവിനെ വേർതിരിച്ചു അല്ലെ. യെശയ്യാവിനെ ദൈവം വേർതിരിക്കുന്നു അല്ലെ. ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുടെ സിംഹാസനത്തിലിരിക്കുമ്പോൾ എന്റെ വേലയ്ക്കായി ഞാൻ ആരെ അയക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ യെശയ്യാവ് അടിയനിതാ എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നത് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പൊ വിളിക്കുക, വേർതിരിക്കുക കർത്താവിനാൽ സംഭവിക്കുന്നതാണെന്ന് നാം പഠിച്ചായിരുന്നു. അപ്പോൾ ഈ ലേഖനം റോമർക്ക് എഴുതുമ്പോൾ, റോമ നഗരത്തിലുള്ളവർക്ക് വേണ്ടി ഈ ലേഖനം ഫേബയുടെ കൈവശം കൊടുത്തയക്കാൻ വേണ്ടി എഴുതുന്ന സമയത്ത് കർത്താവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് വേർതിരിച്ചു വിളിക്കപ്പെട്ട എന്നുള്ള പദം അപ്പോസ്തലൻ തന്നെ കുറിച്ച് പറയുകയാണ്. വേർതിരിച്ച് വിളിക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നത്. കർത്താവിന്റെ വേർതിരിക്കപ്പെടുകൾ അല്ലെങ്കിൽ വിളിക്കപ്പെടലുകൾ സ്പെഷ്യാലിറ്റി ഉള്ളതാണ്, സെപ്പറേറ്റഡ് ആയിട്ടുള്ളതാണ്, എല്ലാവർക്കുമുള്ള വിളിയല്ല, വേർതിരിവല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വെറുതെ ഒരു ലേഖനം എഴുതുകയല്ല, തന്നെ കുറിച്ചുള്ള വ്യക്തമായ ഒരു വെളിപ്പാട് അല്ലെങ്കിൽ തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗം പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. എന്നെ വേർതിരിച്ച് വിളിച്ച അപ്പോസ്തലനാണെന്ന് പറയുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യങ്ങൾ ഇത് വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യം. കുറെ വാക്യം. എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. അപ്പൊ അപ്പോസ്തലനായ പൗലോസിനെ ഇരമ്യാവിനെ വിളിച്ചതുപോലെ, യെശയ്യാവിനെ വിളിച്ചതുപോലെ, ദൈവിക ശുശ്രൂഷയ്ക്ക് വിളിച്ചതുപോലെ അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ചത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചാണോ? ആണോ? അപ്പോസ്തലനായ പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചാണോ വിളിച്ചത്? ഇപ്പൊ വായിച്ചു നിർത്തിയേ ഉള്ളൂ. എവിടെ വിളിച്ചേ? എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു അല്ലെ. ആ വേർതിരിവന്റെ എൻകൗണ്ടർ ലഭിക്കുന്നത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചാണെങ്കിലും അപ്പോസ്തലനായ പൗലോസ് ക്ലിയർ ആയിട്ട് പറയുകയാണ്, എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു. ഉദരത്തിൽ ഉരുവാകുമ്പോഴേ ഇരമ്യാവിനെ വേർതിരിച്ചു. ദൈവത്തിന്റെ വിളിയും വേർതിരിയും വളരെ സ്പെഷ്യലാണ്. എല്ലാവർക്കും അതിൽ ഭാഗവാക്കാവാൻ കഴിയത്തില്ല. ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ പറ്റുള്ളൂ. ഈ ഹോളിൽ നമ്മൾ ആയിരിക്കുന്നത് വെറുതെ അല്ല. നാം തെരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ടാണ്, വേർതിരിക്കപ്പെട്ടവരായതുകൊണ്ടാണ്, വിളിക്കപ്പെട്ടവരായതുകൊണ്ടാണ്. പിന്നെ നമ്മളോടൊപ്പം ആയിരിക്കുന്നത്, ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നത് ദൈവത്താൽ വേർതിരിക്കപ്പെട്ടത് കൊണ്ടും വിളിക്കപ്പെട്ടത് കൊണ്ടുമാണ് അല്ലേ. ഇങ്ങനെ ഒരു സമയം ദൈവം നിത്യതയ്ക്ക് മുമ്പേ, ലോകാരംഭത്തിന് മുമ്പേ കണ്ടിരുന്നു. അപ്പോൾ ജനനം മുതൽ അപ്പോസ്തലനായ പൗലോസിനെ വേർതിരിക്കുന്നു. തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് പർപ്പസാണ് കൊടുക്കുന്നത്. ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലനെ വിളിക്കുന്നത്. അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ എൻകൗണ്ടർ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം പൗലോസിന് തന്നെ വെളിപ്പെടുത്തുന്നത് എവിടെ വെച്ചാണ്? മുള്ളിന് നേരെ നീ ഉദയ്ക്കുന്നത് എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ശബ്ദം അല്ലെ, ആകാശത്തു നിന്നൊരു മിന്നൽ, ഒരു വെളിച്ചം വരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു ശബ്ദം വന്നു, മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാനൊരു ശബ്ദം വന്ന് യെരൂശലേമിലുള്ള ദമസ്കോസിലുള്ള ക്രിസ്ത്യാനികളെ കൂടെ പീഡിപ്പിക്കാനായി അധികാരപത്രവുമായി കടന്നു പോകുന്ന പൗലോസിനെ അല്ലെ കുതിരയുടെ മുകളിൽ നിന്ന് താഴെ ദൈവം തള്ളി താഴെ ഇട്ടിട്ട് വെളിപ്പെടുന്നത് കാണാൻ പറ്റും. അവന് മുമ്പിൽ ദൈവം സംസാരിക്കുന്നതാണ്. അപ്പം വെളിപ്പാട് നടന്നത്, അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തിയത് പിന്നത്തേതിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് നടന്നത് അതിന്റെ ജനനം മുതലാണെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. പക്ഷേ വെളിപ്പെടുത്തുവാൻ ദൈവം പ്രസാദിച്ചപ്പോൾ, ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ അല്ലെങ്കിൽ ശുശ്രൂഷയിലേക്ക് വിളിപ്പാൻ, ആരാധനയിലേക്ക് വിളിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ.
ആ ഉത്തരവാദിത്തങ്ങൾ പൗലോസ് ചെയ്തതായി താഴത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. എന്താ ചെയ്തത്? ഞാൻ മാംസരക്തങ്ങളോട് ആലോചിച്ചില്ല. അല്ലേ? നമ്മൾ പലരും സമുദായിക സഭകളിൽ വന്ന വിഭിന്നതരനോട് കഴിഞ്ഞാൽ ചോദിച്ചു, നേരത്തെ ബന്ധുക്കോസ് ആരും അതോ വേറെ ഏതെങ്കിലും സമുദായത്തിലാരും? ഞാൻ പറഞ്ഞ അദ്ദേഹം കാത്തലിക്കില്ല. ഞാൻ പറഞ്ഞ മർത്തോമ സഭയിലാരും ആരാധിച്ചു. മർത്തോമ സഭയിൽ നിന്നപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം അറിഞ്ഞല്ലേ, കർത്താവിന്റെ രക്ഷയറിഞ്ഞു, സ്നാനത്തെ കുറിച്ച് മനസ്സിലായി, രക്ഷയെ കുറിച്ച് മനസ്സിലായി, ദൈവനെ പഠിക്കാൻ തുടങ്ങി. പഠിച്ചപ്പോൾ എന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടായി കൂടുതലായി ദൈവത്തിൽ വളരണം, സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവിൽ നിറയണം. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു മീറ്റിംഗിൽ കർത്താവിനെ തൊട്ടു അന്യഭാഷയിൽ ഞാൻ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കാനിടയായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എന്നെ സ്പർശിച്ചെന്നറിഞ്ഞപ്പോൾ കൂടുതലായി പഠിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അവിടെ ഒരു പദം എഴുതിയിരിക്കുന്നു, മാംസരക്തങ്ങളോട്. അപ്പം കർത്താവ് തൊട്ടാൽ, കർത്താവ് സ്പർശിച്ചാൽ പിന്നെ ആരോട് ചോദിക്കാൻ പോകരുത്? മാംസരക്തങ്ങളോട്, മനുഷ്യരോട് ആരോടും ചോദിക്കാൻ പോകരുത്. എന്റെ പപ്പായോടും മമ്മിയോടും പറയാതെ ഒരു കവറിൽ ഡ്രസ്സ് എടുത്ത് ഞാൻ സ്നാനപ്പെടാൻ വേണ്ടി എന്റെ കൂട്ടുകാരന്റെ ബൈക്കിന്റെ പുറകെ അവരറിയാതെ പോയി തിരിച്ചു വന്നു. ആ ദിവസം തന്നെ പറഞ്ഞു സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു. പക്ഷെ പോകുമ്പോൾ തടസ്സമൊന്നും കൂടാതിരിക്കാൻ വേണ്ടി എല്ലാം പാക്കൊക്കെ ചെയ്ത് എന്റെ കൂട്ടുകാരന്റെ കൂടെ പോയി. അപ്പോൾ ദൈവം സംസാരിച്ചപ്പോൾ അപ്പനോടോ അമ്മയോടോ സഹോദരനോടോ സഹോദരിയോടോ ഒന്നും ആലോചിച്ചു. പൗലോസ് അപ്പോസ്തലൻ തന്നെ ദൈവം വെളിപ്പെടുത്തിയപ്പോൾ മാംസരക്തങ്ങളോട് ആലോചിച്ചില്ല, ആലോചിക്കുകയോ. അടുത്ത പദം, എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്തില്ല. കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ അപ്പോസ്തലന്മാരായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നത് അറിഞ്ഞിട്ട് എനിക്കും അതേ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ് പൗലോസിന് അവരുടെ അടുത്തേക്ക് പോകാമായിരുന്നു. ഞാനും ദമസ്കോസിന്റെ വടിവാതിൽക്കൽ വെച്ച് കർത്താവിനെ കണ്ടു, ശബ്ദം കേട്ടു, നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കൂടെ ചേർക്കണമെന്നൊക്കെ പറഞ്ഞ് അപ്പോസ്തലന് ചെല്ലാമായിരുന്നു. പക്ഷെ ആ സമയത്ത് അദ്ദേഹം ചെന്നില്ല. മാംസരക്തങ്ങളോട് ആലോചിക്കാതെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോകാതെ എവിടേക്ക് പോയി? യെരുശലേമിലേക്ക് പോകാതെ അറേബ്യയിലേക്ക് പോയി, ദമസ്കോസിലേക്ക് മടങ്ങിപ്പോകുന്നു. അപ്പോൾ മരുഭൂമിയിലേക്ക് താൻ പോയി ദൈവമായി സമയം ചെലവഴിച്ചു. 3 വർഷം കഴിഞ്ഞാണ് താൻ പത്രോസിനെ കാണാൻ അവിടെ എഴുതിയിട്ടുണ്ട്. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി. എത്ര ദിവസം പത്രോസിനോട് പ്രാർത്ഥിച്ചു? 15 ദിവസം. പത്രോസിന്റെ കൂടെ 15 ദിവസം താമസിക്കാന്ന് ആലോചിച്ചു അല്ലേ? കർത്താവിനോട് ചേർന്ന് നടന്ന് ദൈവസാന്നിധ്യം അനുഭവിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിഴൽ തട്ടിപ്പോലും രോഗികൾ സൗഖ്യമാകുന്ന പത്രോസിന്റെ കൂടെ 15 ദിവസം അദ്ദേഹം താമസിച്ചു അല്ലേ? അപ്പോൾ യെരുശലേമിൽ ആദ്യം പോയില്ല, ശിശുമാരുടെ അടുത്ത് ആദ്യം പോയില്ല, അറേബ്യയിൽ പോയി പ്രാർത്ഥിച്ച് 3 ആണ്ട് കഴിഞ്ഞിട്ടാണ് താൻ പത്രോസിന്റെ അടുത്ത് വരുന്നുണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം സംസാരിക്കുമ്പോൾ, ദൈവം ഇടപെട്ട് തുടങ്ങിയാൽ മാംസരക്തങ്ങളോട് ആലോചന. അത് ശുശ്രൂഷയുടെ കാര്യത്തിലായാലും വ്യക്തിപരമായ കർത്താവിനോട് സംസാരിക്കുന്ന ഏതെങ്കിലും വിഷയത്തിലാണെങ്കിലും ദൈവം സംസാരിച്ചാൽ, ദൈവം ഇടപെട്ടാൽ മാംസരക്തങ്ങളോട് ആലോചന ചോദിക്കരുത്. അന്നത്തെ സീനിയർ ആയിരുന്ന ആൾക്കാരോട് പോലും പൗലോസ് ആലോചന ആ സമയത്ത് ചോദിച്ചില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം വേർതിരിക്കപ്പെട്ടത് ജനനത്തിലാണെന്നും തന്നെ ദൈവം വെളിപ്പെടുത്തിത്തത് ദമസ്കോസിന്റെ പിടിവാതിക്കലാണെന്നും തന്നെ കുറിച്ച് വിളി എന്താണെന്നും ക്ലിയറായി പൗലോസ് മനസ്സിലാക്കിയിട്ടാണ് റോമർക്ക് ഈ ലേഖനം എഴുതുന്നത്. പ്രവർത്തികളുടെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഇതേ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നുണ്ട്. ഞാൻ വായിച്ചു പോകാം. നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ, എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കാം. അവിടെ 2 പദങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. നീ എന്നെ കണ്ടതിനും. അപ്പോൾ കർത്താവിനെ എവിടെ വെച്ച് കണ്ടു? ദമസ്കോസിന്റെ വടിവാതിൽക്കൽ വെച്ച് ഒരു ശബ്ദമായി വെളിച്ചമായി കർത്താവിനെ കണ്ടു എന്ന് മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്. കണ്ടതിനും ഇനിയും നിനക്ക് ഞാൻ പ്രത്യക്ഷനാവാനിരിക്കുന്നതിന്. അപ്പോൾ ഒരിക്കൽ പ്രത്യക്ഷനായി കർത്താവ് നിർത്തുകയല്ലായിരുന്നു, ഇനിയും എന്ത് സംഭവിക്കുക? ആ പ്രത്യക്ഷത തുടരുകയാണ് അല്ലെ? ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, ഒരിക്കൽ സ്നാനപ്പെട്ടു, ഒരിക്കൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാം ആയി, എല്ലാം ഓക്കെ ആയെന്ന് ചിന്തിച്ചിരിക്കുന്നവനായിരുന്നില്ല പൗലോസ് അല്ലെ? പ്രത്യക്ഷത ആഗ്രഹിച്ചിരുന്നു, പ്രത്യക്ഷത വീണ്ടും വീണ്ടും കൊതിച്ചിരുന്നു. ദൈവം അത് വാഗ്ദത്തം ചെയ്തിരുന്നു. ഒരിക്കൽ അവനെ കണ്ടതിനും നിനക്ക് പ്രത്യക്ഷത ആവാനിരിക്കുന്നതിന്, ഭാവി
ഭാവി കാലം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? ഫ്യൂച്ചർ ടെൻസ്. നിനക്ക് ഇനി ഞാൻ പ്രത്യക്ഷനാകാൻ പോവുക. ഹല്ലേലൂയ. പ്രത്യക്ഷനാകാനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ. അപ്പോൾ സാക്ഷിയായി ശുശ്രൂഷകനായി നിയമിക്കുന്നത് ആരാണ്? കർത്താവാണ് അല്ലേ? അപ്പൊ ഒരു മനുഷ്യനെ, ഒരു ശുശ്രൂഷകനെ സാക്ഷിയായി പരിശുദ്ധാത്മ നിറവിൽ ശുശ്രൂഷിക്കേണ്ടതിന് ശുശ്രൂഷകനായി നിയമിക്കുന്നത് സഭ നിയമിക്കുന്നുണ്ട് അല്ലേ? ശാരദ പ്രസ്ഥാനം, IPC പ്രസ്ഥാനം ഒക്കെ നിയമിക്കുന്നുണ്ട്, കോർഡിനേഷൻ നൽകുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി ആര് നിയോഗിക്കണം? കർത്താവ് നിയോഗിക്കണം. കർത്താവ് പ്രത്യക്ഷത നൽകണം, പ്രത്യക്ഷത നൽകിക്കൊണ്ടിരിക്കണം. അതൊരു പ്രോസസ്സാണ്. ക്രിസ്ത്യൻ ജീവിതം എവിടെയും പോയി സ്റ്റക്കായി നിൽക്കുന്നതല്ല. ദൈവത്തിൽ നിന്ന് പ്രത്യക്ഷത പിന്നെയും പ്രാപിച്ചുകൊണ്ട് അത് വചനത്തിൽ നിന്നും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കൂടെ പ്രത്യക്ഷത കർത്താവ് നേടിയെടുത്തത് കൊണ്ട് അത് എന്ത് ചെയ്യണം? ശുശ്രൂഷകനായി നിയമിക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ പരമേൽപ്പിക്കപ്പെടുക. എന്തിനാണ്? ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം. അപ്പോൾ നമ്മെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇച്ചിരി ഉറക്കം വരുന്നത് എനിക്കറിയാം. ഇത് ഞാനൊരു ഗോലിയാത്തിനെ കുറിച്ച്, ദാവീദിനെ കുറിച്ചൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എനർജി ലഭിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഒരു എനർജി ലഭിക്കും. റോമാലേഖനമൊക്കെ പഠിക്കുമ്പോൾ ഇച്ചിരി ഒരു ഉറക്കം നമുക്ക് വരും. പക്ഷെ ഇത് സത്യത്തിൽ പുതിയ നിയമ പുസ്തകങ്ങളാണ്. ഇത് അതിനുള്ള സത്യങ്ങൾ നാം മനസ്സിലാക്കണം. പുതിയ നിയമ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് കൊണ്ടും ഈ സത്യങ്ങൾ വളരെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? പാപമോചനം, ജനത്തിന് പാപമോചനം കൊടുക്കുക. എന്തിനാണ് വിളി? ഒരാളെ ദൈവം എന്തിനാണ് വിളിക്കുന്നത്? ഒരാളെ ദൈവം എന്തിനാണ് ശുശ്രൂഷകനാക്കുന്നത്? പാപമോചനം, ജനത്തിന് അവരുടെ പാപത്തിൽ നിന്ന് അവരെ തിരികെ പിടിക്കുക, തീയിൽ നിന്നും വെള്ളത്തിൽ നിന്ന് അവരെ രക്ഷിക്കുക, അവരുടെ പാപ സ്വഭാവത്തിൽ നിന്ന് അവരെ വേർതിരിച്ചു കൊണ്ടിരിക്കുക. മാത്രമല്ല വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, ശുദ്ധീകരിക്കപ്പെട്ടവരാണെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട വാഗ്ദത്തങ്ങളും അവകാശങ്ങളും നമുക്കുണ്ട്. ശുദ്ധീകരിക്കപ്പെട്ടവർക്ക് എന്തുണ്ട്? ശുദ്ധീകരിക്കപ്പെട്ടവർക്ക് അവകാശമുണ്ട്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിപ്പാൻ. അപ്പൊ ഒരു മനുഷ്യനെ ദൈവം ശുശ്രൂഷകനായി നിയമിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസിനെ ശുശ്രൂഷകനായി നിയമിച്ചത് ജാതികളുടെ പാപമോചനത്തിനായി. വിശ്വാസത്താൽ അവർ വിശുദ്ധീകരിക്കപ്പെട്ടു വരുമ്പോൾ അവർക്ക് ദൈവം പകരുവാൻ ആഗ്രഹിക്കുന്ന അവകാശങ്ങളെ പകരുവാനായി സാത്താന്റെ അധികാരത്തിൽ അവരെ പുറപ്പെടുവിച്ച് ദൈവത്തിലേക്ക് തിരിക്കുക. ഇത് അപ്പോസ്തലനായ പൗലോസിന് മാത്രമുള്ള ശുശ്രൂഷയല്ല, ദൈവം പുതിയ നിയമസഭയ്ക്ക് നമുക്ക് പകരേണ്ട ശുശ്രൂഷയാണിത്. സാത്താന്റെ അധികാരത്തിലായിരിക്കുന്ന, അല്ലേ, പാപത്തിന്റെ അധീനതയിലായിരിക്കുന്ന ഒരു ജനത്തെ അതിൽ നിന്ന് കർത്താവിലേക്ക് തിരിക്കാനാണ് ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. കേൾക്കുമ്പോൾ സന്തോഷമുള്ളത് അല്ലേ? ഹല്ലേലൂയ. രോഗത്തിന്റെ അടിമത്തത്തിൽ, പാപത്തിന്റെ അടിമത്തത്തിൽ ആയിരിക്കുന്ന ഒരു ജനത്തെ സാത്താനാണ് രോഗം കൊണ്ടിരുന്നത്, സാത്താനാണ് പാപം കൊണ്ടിരുന്നത്. മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. അപ്പൊ സാത്താൻ അധികാരത്തിൽ നിന്ന് ജനത്തെ ദൈവത്തിങ്കലേക്ക് തിരിക്കുന്ന ശുശ്രൂഷയാണ് ദൈവം നമ്മളെ പറയുന്നത്. വളരെ സന്തോഷമുണ്ട്. അതാണ് ദൈവം കൊടുത്തത്. ഞാൻ അതിനെ ഒത്തിരി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. റോമക്കെഴുതിയ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് വരുമ്പോൾ പറയുന്നത് വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു. സുവിശേഷത്തിനായി. പഴയ നിയമത്തിൽ ഈ സുവിശേഷത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങളുണ്ട്. പത്രോസ് എഴുതിയ ലേഖനം 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ സുവിശേഷം പഴയ നിയമത്തിൽ വെളിപ്പെട്ടിരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ. അപ്പൊ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന രക്ഷിക്കപ്പെട്ട അനുഭവം, സ്നാനപ്പെട്ട പരിശുദ്ധാത്മ നിറഞ്ഞ ക്രിസ്തീയ ജീവിതം, ആർക്ക് മനസ്സിലായിരുന്നു? ആരന്വേഷിച്ചിരുന്നു? വാക്യം ശ്രദ്ധിച്ചാലും മനസ്സിലാവുള്ളൂ അല്ലേ? പ്രവചിച്ച പ്രവാചകന്മാർ. പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാർ ഈ രക്ഷയെ അന്വേഷിച്ചിരുന്നു അല്ലേ? അവർക്ക് ലഭിച്ചോ? താഴോട്ട് വായിച്ചേ. അവരിലുള്ള ക്രിസ്തുവിനാത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന
മഹിമയെയും. അപ്പൊ നോക്കി, അവരുടെ മേൽ എന്തുണ്ടായിരുന്നു? ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. അപ്പൊ പഴയ നിയമ ഭക്തർക്ക്, പഴയ നിയമ പ്രവാചകന്മാർക്ക് നമ്മുടെ രക്ഷയെ കുറിച്ച് അവർക്ക് ആരാഞ്ഞ് അവർ അന്വേഷിച്ചിരുന്നു, അവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവരുടെ മേൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. നമുക്കറിയാം, സങ്കീർത്തനക്കാരനായ ദാവീദ് അനേക സങ്കീർത്തനത്തിൽ കർത്താവിന്റെ മരണ അടക്ക പുനരുത്ഥാനങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചെഴുതിയിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും, അല്ലേ? അനവധി പഴയ നിയമ അഭിഷക്തന്മാർ, യെശയ്യാവ്, സെഖര്യാവ്, അനേക പഴയ നിയമ അഭിഷക്തന്മാരുടെ പ്രവചന ശബ്ദത്തിനകത്ത് യേശു കർത്താവിന്റെ അടക്ക മരണ അടക്ക പുനരുത്ഥാനങ്ങളെ കുറിച്ച് പ്രവചനാത്മാവിൽ എഴുതിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. അവർക്ക് എന്ത് ചെയ്തു? ക്രിസ്തുവിന്റെ ആത്മാവ് അവരുടെ മേൽ ഉണ്ടായിരുന്നു, അല്ലേ? പരിശുദ്ധാത്മാവിനാണ് അവർ ഇത് എഴുതിയത്. അവർ പുതിയ നിയമ കാലഘട്ടത്തിലെ രക്ഷ അവർ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നെങ്കിലും അവർ പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ആത്മാവ് അവരുടെ മേൽ ഉണ്ടായിരുന്നു. അവർ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവിൽ സംവത്സരങ്ങൾക്ക് ശേഷം, യേശുവിന്റെ ജനനത്തിന് മുമ്പ് യേശു എവിടെ ജനിക്കും, യേശു എവിടെ വളരും, അല്ലെ, യേശു എങ്ങനെ മരിക്കും, യേശു അടക്കപ്പെടുന്നത്, പുനരുത്ഥാനം ഒക്കെ അവർ ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, അവര് അന്ന് ചെയ്ത ശുശ്രൂഷ ആകാം, അവർക്ക് വേണ്ടിയായിരുന്നു, അവർക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു, നമ്മളോടുള്ള ദൂതായിരുന്നു. നമ്മൾ ഭാവിയിൽ പ്രാപിക്കാനിരിക്കുന്ന ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന രക്ഷയെക്കുറിച്ചും ക്രിസ്തുവിൽ കൂടെ സംഭവിക്കുന്ന ആ അനുഭവത്തെ കുറിച്ചും അവര് പ്രവചിച്ചുകൊണ്ടിരുന്നു. ആ പ്രവചനമൊന്നും മനസ്സിലാവുന്നുണ്ടല്ലോ, ആ പ്രവചനമൊന്നും അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ലായിരുന്നു, ഈ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. സന്തോഷമുണ്ട്. യെശയ്യാവ് പ്രവചിച്ചു, അല്ലേ? യിരെമ്യാവ് പ്രവചിച്ചു, അല്ലേ? സെഖര്യാവ് പ്രവചിച്ചു, ഹഗ്ഗായി പ്രവചിച്ചു. ഇതൊന്നും അവർക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു. ആർക്ക് വേണ്ടിയിട്ടാ? ഈ ഹോളിനകത്തിരിക്കുന്ന നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രവചന ശബ്ദങ്ങളായിരുന്നു. കാരണം അവരുടെ മേൽ അന്ന് വ്യാപരിച്ചത് പരിശുദ്ധാത്മാവായിരുന്നു, ക്രിസ്തുവിന്റെ ആത്മാവായിരുന്നു. ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനങ്ങളെ അവർ രേഖപ്പെടുത്തി. മാത്രമല്ല, നമ്മെ കുറിച്ചും നമ്മുടെ രക്ഷയെ കുറിച്ചും അവർ പ്രവചിച്ചു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചപ്പോൾ ഇതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. പത്രോസ് പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ പഴയ നിയമ ഭാഗങ്ങൾ കോട്ട് ചെയ്യുന്നത് കാണാൻ കഴിയും. പഴയ നിയമ അഭിഷക്തന്മാരുടെ ഭാഗങ്ങൾ, ദാവീദിന്റെ, ഞാൻ പഠിച്ചതല്ലേ, ദാവീദിന്റെ കല്ലറ, ദാവീദ് പിതാവായ ദാവീദാണ്, അല്ലേ? അഭിഷിക്തനായ ദാവീദാണ്. പക്ഷെ അവന്റെ കല്ലറ നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ, പഠിച്ചു മറന്നുപോയി, അല്ലേ? അവന്റെ കല്ലറ നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ. എന്നാൽ അവൻ മരിച്ചടക്കപ്പെട്ടു, അവന്റെ കല്ലറ നമുക്ക് കാണാം. എന്നാൽ ഒരുവൻ മരിച്ച് അടക്കപ്പെട്ടെങ്കിലും അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ പഠിച്ചു, അല്ലേ? അപ്പോൾ പഴയ നിയമ ലേഖനങ്ങളെ അവരുടെ പ്രസംഗത്തിൽ കോട്ട് ചെയ്ത് പത്രോസും പൗലോസും സംസാരിച്ചിരുന്നത് കാരണം പഴയ നിയമ അഭിഷക്തന്മാരെല്ലാം പ്രവചിച്ചത് ഈ കാലഘട്ടത്തെ കുറിച്ചായിരുന്നു, രക്ഷയെ കുറിച്ചായിരുന്നു, യേശു കർത്താവിനെ കുറിച്ചായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളോട് പറയുന്ന ഈ സുവിശേഷം, അവർ സുവിശേഷം അറിയിച്ചവർ നിങ്ങളെ ഇപ്പോൾ അത് ഗ്രഹിപ്പിച്ചു വന്നിരിക്കുന്നു, നിങ്ങൾക്ക് അത് മനസ്സിലാക്കി വന്നിരിക്കുന്നു. അടുത്ത പദം ശ്രദ്ധിച്ചോ, അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ഓ, എത്ര മഹത്തകരമായ പദവിയാണ്. നമുക്ക് സാറ്റർഡേ ഒരു മീറ്റിംഗ്, തേഴ്സ്ഡേ ഒരു മീറ്റിംഗ്, 2 ദിവസം വേണ്ട മണിക്ക് ഒരു ആരാധന, അങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവദൂതന്മാർ പോലും സ്വർഗത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്ന മഹത്തകരമായ രക്ഷ പഴയ നിയമ അഭിഷക്തന്മാർക്ക് ലഭിക്കാത്തത് നമുക്ക് ലഭിച്ചിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പോവാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏലിയാവ്, യെശയ്യാവ്, യിരെമ്യാവ്, സെഖര്യാവ്, ഹഗ്ഗായി ആണോ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത്? പുതിയ നിയമ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളാണോ അതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടത്? സന്തോഷമെന്ന് പറഞ്ഞാൽ അവരൊക്കെ ദൈവം ഉപയോഗിച്ചെങ്കിലും അവർ പ്രവചിച്ചതൊന്നും അവർക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു. സന്തോഷമില്ല, അവർ പ്രവചിച്ചതൊന്നും അവർക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു. അവർക്ക് രക്ഷ അനുഭവിക്കാൻ കഴിയില്ല.
കുറിച്ചാണ്. യേശുവിൽ കൂടെയുള്ള രക്ഷ. ബൈബിലൂടെ മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. യേശുവിൽ കൂടെയുള്ള രക്ഷ. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിച്ച് രക്ഷിക്കപ്പെടുന്ന അനുഭവം. ആ രക്ഷ പഴയ നിയമത്തിൽ എഴുതിയിരുന്ന അഭിഷിക്തന്മാരെക്കാൾ നമുക്കാണ് അത് ലഭിച്ചത്. നമുക്ക് വേണ്ടിയായിരുന്നു അവർ സംസാരിച്ചത്. ദൈവദൂതന്മാരും ആ രക്ഷ കണ്ട് അതിശയത്തോടെ കുനിഞ്ഞു നോക്കുവാനിടയാകുമെന്നാണ് പോസ്റ്റ്മാനായ പോലെ. അത്ര മഹാത്മ്യമുള്ളതാണ് നമ്മുടെ പദവി എന്ന് നാം ആലോചിക്കണം. നമ്മൾ സാധാരണക്കാരല്ല. ഹല്ലേലൂയ, നമ്മുടെ പദവി വലുതാണ്. നിങ്ങൾ ദൈവദൂതന്മാരെ നിങ്ങൾ വിധിക്കുമെന്ന് ദൈവദൂതന്മാരെ വിധിക്കാനുള്ള അധികാരം ദൈവസഭയ്ക്ക് ദൈവം കൈമാറുന്ന രീതിയിൽ അവരുടെ ഹല്ലേലൂയ പദവി എത്ര മഹത്തരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം സുവിശേഷം എന്നുള്ളത് ഒരു സാധാരണ ചിന്തയല്ല, സാധാരണ കാര്യമല്ല. അത് ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് വേണ്ടി പകർന്നു തന്നിരിക്കുന്ന സ്പെഷ്യലായി നമ്മൾ ഭാഗ്യമുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 49:10 എടുക്കേണ്ട, ഞാൻ വായിച്ചു പോകാം. ഹല്ലേലൂയ. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. പ്രവാചകന്മാർ പറഞ്ഞ പല വേദഭാഗങ്ങളും പരിശുദ്ധാത്മാ പുതിയ നിയമത്തിൽ സാധ്യമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ഭാഗങ്ങളുണ്ട്, എടുക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. നിന്നെ പോലെ പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. ആവർത്തനം 18:18 ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്ന നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ താഴോട്ട് ഭാഗങ്ങൾ 1-2 ഭാഗങ്ങളോട് ചിന്തിക്കാൻ നമുക്ക് സമയമുള്ളൂ. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യമുണ്ട്, വേർതിരിച്ചു വിളിക്കപ്പെടുക. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. മറക്കരുത്, വേർതിരിക്കപ്പെടുക, വിളിക്കപ്പെടുക. പഴയ നിയമ അഭിഷിക്തന്മാരെ വേർതിരിച്ചത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചായിരുന്നു അല്ലെ. വേർതിരിക്കുക, വിളിക്കപ്പെടുക. അപ്പൊ നമ്മുടെ പൊസിഷൻ നമുക്ക് മനസ്സിലായോ? അസഖ്യമുള്ള ഒരു സാധാരണ ജോലി ചെയ്യുന്ന പിള്ളേരുടെ കാര്യം മാത്രം നോക്കുന്ന പൊസിഷനാണോ നമുക്ക്? അന്നത്തേക്കുള്ള ജീവിത കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചു പോകുന്ന പൊസിഷനാണോ? അല്ല. നമ്മുടെ പൊസിഷൻ ഹൈ പൊസിഷനാണ് അല്ലെ. ദൂതന്മാർ വരെ അതിശയത്തോടെ നോക്കുന്ന പഴയ അഭിഷക്തന്മാർക്ക് ലഭിക്കാത്ത ഒരു പൊസിഷനിലാണ് നമ്മളായിരിക്കുന്നത്. അതാണ് സുവിശേഷം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോസ്തലൻ പൗലോസ് പറയാൻ എന്നെ വേർതിരിച്ചു വിളിക്കപ്പെട്ടു അല്ലെ. 2 പദങ്ങൾ നമ്മൾ ചിന്തിച്ചു. അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. യേശുക്രിസ്തുവിന്റെ ദാസൻ, അടിമ എന്നുള്ള പദമാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ യൂസ്. യേശുക്രിസ്തുവിന്റെ അടിമ. നിങ്ങൾക്ക് അറിയാനുള്ള കാലങ്ങളുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ പാപത്തിൽ ജീവിച്ചു അല്ലെ. പാപത്തിൽ ജീവിച്ച് നിങ്ങളുടെ അറിയാനുള്ള കാലങ്ങളെ ദൈവം കണക്കിടാത്തവനായ ദൈവമാണ്. എന്നിട്ട് പാപത്തിന്റെ സമയത്ത് നമ്മൾ പാപം ചെയ്ത് ജീവിച്ച സമയത്ത് പാപത്തിന് നമ്മൾ എങ്ങനെ അടിമയായിരുന്നു, അഡിക്റ്റഡ് ആയിരിക്കുക അല്ലെങ്കിൽ പാപത്തിന് അഡിക്റ്റഡ് ആയിരിക്കുക. അതായത് നമ്മൾ ദൈവഹിതമല്ലാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന് നമ്മൾ അഡിക്റ്റഡ് ആയിപ്പോകും. നമുക്ക് അതിനകത്ത് മാറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു, അഡിക്റ്റഡ് ആകും. അങ്ങനെ പാപത്തിന് ദാസനായി പോകുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എന്നാൽ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, അന്ന് ഞാൻ പാപത്തിന് അഡിക്റ്റഡ് ആയിരുന്നു, അടിമയായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ യേശുക്രിസ്തുവിന് അടിമയാണ്, യേശുക്രിസ്തുവിന്റെ ദാസനാണ്. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ് അല്ലെ. ഒരു കാലഘട്ടത്തിൽ നാം പാപത്തിന് അടിമയായിരുന്നു അല്ലെ. പാപ സ്വഭാവങ്ങൾക്ക് അടിമയായിരുന്നു. നമ്മുടെ സംസാരം, ചിന്തകൾ, രീതികൾ, സ്വഭാവങ്ങൾ, ഇടപെടലുകൾ എല്ലാം പാപസംബന്ധമായിരുന്നു. നമുക്ക് പോലും അറിയാതെ നമ്മൾ പലതിലും അഡിക്റ്റഡ് ആയിരുന്നു. അങ്ങനെയുള്ളവരുണ്ടോ? ആരുമില്ല, വിശുദ്ധരായതുകൊണ്ട് കുഴപ്പമില്ലല്ലേ. അപ്പോൾ നമ്മൾ പലതിലും അഡിക്റ്റഡ് ആയിരുന്നു. അഡിക്റ്റഡ് ആയിരുന്ന അനുഭവത്തിൽ നിന്ന് കർത്താവിനെ വേർതിരിച്ചു, കർത്താവിന് വേണ്ടി ആക്കിയപ്പോൾ പൗലോസ് പറയാം, ഞാൻ ഇനി കർത്താവിന് അടിമയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ പറയുകയാണ് കർത്താവിന് അടിമ എന്നുള്ള പദമാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടിമ എന്നുള്ള അടിമയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകാം. 21-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ ഒരു അടിമയുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട്. പുറപ്പാട് 21:5. എന്നാൽ ദാസൻ അപ്പൊ ഈ യജമാനന്റെ കൂടെ അടിമ, പഴയ നിയമകാലത്ത് അടിമകൾ ഉണ്ടായിരുന്നു. ഈ യജമാനുമായി ചേർന്ന് ഇവരെ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുമ്പോൾ കുറെ കാലഘട്ടം കഴിയുമ്പോൾ, ഒരു 4 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ ഈ യജമാനും ദാസനും തമ്മിൽ ഒരു സ്നേഹബന്ധം ഉണ്ടാകും അല്ലെ. ചില വേലക്കാരികളൊക്കെ നമ്മൾ വീട്ടിൽ നിർത്തിയാൽ എത്ര പെട്ടെന്ന് ഓടിക്കാൻ നമുക്ക് തോന്നും അല്ലെ. 2 മാസത്തിനുള്ളിൽ ഇതിനെ തട്ടണമെന്ന് നമുക്ക് തോന്നും അല്ലെ. എന്നാൽ ചില വേലക്കാരികളൊക്കെ നമ്മൾ വീട്ടിൽ
നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ നമുക്ക് അവരെ വിടാൻ നോക്കത്തില്ല അല്ലേ. നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊണ്ടുതരും, അല്ലെ വീടെല്ലാം വൃത്തിയാക്കും, കുഞ്ഞു പിള്ളേരുടെ കാര്യം നോക്കും. നമ്മൾ അങ്ങോട്ടൊന്നും പറയാതെ അവരെല്ലാം ഇങ്ങോട്ട് നമുക്ക് ചെയ്തു തരും. നമുക്ക് അതിശയമാകുന്ന രീതിയിൽ നമ്മുടെ ഇവിടെ ആരാധനയ്ക്ക് വന്നിട്ടുള്ള ജിയുടെ കസിൻ ആണല്ലോ ദുബായിൽ, അവരുടെ വീട്ടിലൊരു പുള്ളിക്കാരൻ നിൽപ്പുണ്ട്. ഒരു 4-5 വർഷമായിട്ട് നിൽക്കുകയാണ്. കാരണം അവർക്ക് അവരെ വിടാനും മനസ്സില്ല, പുള്ളിക്കാരിക്ക് പോകാനും മനസ്സില്ല. അത്ര ഒരു സ്നേഹബന്ധമായി അല്ലേ. ചെയ്യുന്നത് വീട്ടുപണിയാണ് അല്ലേ. പക്ഷേ യജമാനും ദാസനും തമ്മിൽ ഒരു സ്നേഹബന്ധമായി അല്ലേ, ആത്മാർത്ഥമായ ബന്ധമായി. അപ്പൊ അങ്ങനെ പഴയ നിയമത്തിൽ അടിമകൾ ഉണ്ടായിരുന്നു. പക്ഷെ യജമാനും അടിമയും തമ്മിൽ ഒരു ആത്മാർത്ഥമായ സ്നേഹബന്ധം ഉണ്ടാകുമ്പോൾ ദാസൻ പറയുകയാണ്, ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയും മക്കളെയും സ്നേഹിക്കും, ഞാൻ സ്വതന്ത്രനായി പോകുകയില്ല. തീർത്തു പറഞ്ഞാൽ അവന് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ യജമാനൻ എന്ത് ചെയ്യും? അവന് ദൈവസന്നിധിയിൽ, 6-ാമത്തെ വാക്യം, ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് കടകിന്റെയോ കട്ടളക്കാരന്റെയോ അടുക്കൽ നിർത്തിയിട്ട്, ശ്രദ്ധിച്ചോണേ, അവനെ കടകിന്റെയോ കട്ടളക്കാരന്റെ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവന്റെ കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായി. പോകാൻ താല്പര്യമില്ലാത്ത ദാസൻ യജമാനോട് പറയാണ്, എൻ്റെ ഭാര്യ മക്കളൊക്കെ ഇവിടെ ഉണ്ട്, അപ്പൊ യജമാനെ വിട്ടു പോകാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തണമെന്ന് നിർബന്ധിച്ച യജമാൻ എന്ത് ചെയ്യും? അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടുപോയി അവന്റെ കാതിൽ എന്ത് ചെയ്യും? സൂചി കൊണ്ട് കുത്തി തുളയ്ക്കും. അതിന്റെ അർത്ഥം ഇനി ഈ അടിമയെ ചോദിച്ച് വേറെ ഒരാളും വരാൻ പാടില്ല. ഈ അടിമയുടെ ചെവി തുളച്ചതാണെങ്കിൽ മറ്റുള്ളവർ മനസ്സിലാവാൻ, ഈ അടിമ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ അടിമയുടെ ചെവി തുളച്ചതാണെങ്കിൽ മറ്റൊരാൾ മനസ്സിലായിരിക്കണം, ഇവനെ ഇനി എത്ര ജന്മം ചെയ്താൽ വിളിച്ചാലും വരത്തില്ല, ഇവൻ ആരുടെയോ അടിമയാണ്, ഏതോ യജമാനൻ ഇവൻ ദാസനാണ്, ഇവനെ അവർ വിട്ടുതരത്തില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് പഴയ നിയമത്തിലെ ദാസൻ എന്നുള്ള പദം. അതേ പദം തന്നെയാണ് അപ്പോസ്തലൻ പൗലോസ് ഉപയോഗിക്കുന്നത്. അതേ പദം തന്നെ, യേശു ക്രിസ്തുവിന്റെ ദാസൻ. യേശു ക്രിസ്തു അല്ലെങ്കിൽ യജമാനൻ തുളച്ചതുപോലെ കർത്താവുമായിട്ടൊരു നിത്യമായ ബന്ധം തനിക്കുണ്ട്. അവൻ പറയുന്നത് കേൾക്കുവാൻ, അവൻ പോകാൻ പറയുന്ന സ്ഥലങ്ങൾ പോകാൻ, പോകരുത് ആസിയിലേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ അത് കേൾക്കുവാൻ, റോമിലേക്ക് ഞാൻ നിന്നെ വിടുന്നു എന്ന് പറയുമ്പോൾ അതനുസരിപ്പാൻ, എഫെസോസ് പട്ടണത്തിലേക്ക് പോകാൻ നിനക്ക് അഗബാസ് പ്രവചിച്ചു പറയുന്നുണ്ട്, നിന്നെ യഹൂദന്മാർ ഇങ്ങനെ ബന്ധിക്കുമെന്ന് പറഞ്ഞ് എന്റെ അരക്കച്ചയെടുത്ത് കെട്ടുന്നുണ്ട്. എന്നിട്ട് പൗലോസ് പറയാണ്, ബന്ധനങ്ങൾ എനിക്കായിട്ട് കാത്തിരിക്കുന്ന പ്രവചന ശബ്ദം കേട്ടിട്ടും പൗലോസോടേക്ക് പോകാനിടയായി നമുക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പോൾ കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അടിമ, ഒരു ദാസൻ, അത് പറ്റുമോ? നമുക്ക് പറ്റുമോ? കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന, എവിടെ പോകാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറഞ്ഞാലും തയ്യാറായി നിൽക്കുന്ന ഒരു ദാസനാകുന്നു അവനെന്ന് ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. ഒരു പദം കൂടെ ചിന്തിച്ച് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുക്രിസ്തു ദാസനായ പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയർ എന്നുള്ള പദം നമ്മൾ അടുത്ത ചിന്തിക്കാൻ സമയമില്ല. വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും. ആ ഒരു പദം പല ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഒറ്റ വാക്യം മാത്രം ഞാൻ ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട്. പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം. പത്രോസ് അപ്പോസ്തലൻ യഹൂദന്മാരെ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവാക്കി വെച്ചു. നമ്മുടെ കർത്താവായ യേശു എന്ന് പൗലോസ് പറയുമ്പോൾ അപ്പോസ്തലപ്രവൃത്തികൾ പത്രോസ് ഇതേ പദം പറയുന്നുണ്ട്. ആരെ കർത്താവാക്കി വെച്ചു? ഈ യേശുവിനെ നിങ്ങൾ ക്രൂശിച്ചവനെ, ഹല്ലേലൂയ, നിങ്ങൾ ക്രൂശിച്ചവനെ, 3 ആണികളിന്മേൽ തറച്ചവനെ, ഹല്ലേലൂയ, യഹൂദന്മാർ ഇളകി ക്രൂശിക്കാൻ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അവനെ ദൈവം ആരാക്കി വെച്ചു? കർത്താവ് ക്രിസ്തുവാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹം അറിയട്ടെ. ഹല്ലേലൂയ. പ്രവചനങ്ങളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം, 34-ാമത്തെ വാക്യം തൊട്ട് 38-ാമത്തെ വാക്യം വരെ ചിന്തിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ല. അതുകൊണ്ട് 36-ാമത്തെ വാക്യം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. അവൻ എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു മൂലം അവൻ എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു മൂലം. പ്രൈസ് ദി ലോർഡ്. 38-ാമത്തെ വാക്യത്തിൽ പറയുന്ന നസറേയനായ
പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെ സൗഖ്യമാക്കിയതുമായി വരും. ആ ഭാഗം നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം. ഹല്ലേലൂയ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് സമാധാനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുന്നിൽ നമ്മെ ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ആദ്യത്തെ ചില ഭാഗം മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ചിന്തിച്ചതിന് അകത്തുനിന്ന് ഒരു കാര്യം നമ്മൾ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും സാധാരണമല്ല. പഴയ നിയമ മനുഷ്യന്മാർക്ക് പോലും ലഭിക്കാതിരുന്ന, അല്ലെങ്കിൽ അവർ ആ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിട്ടും പ്രാപിക്കാൻ കഴിയാതിരുന്ന, ദൈവദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധ പദവിയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അവന് ഹല്ലേലൂയ തന്നെ കർത്താവിന് താൻ അടിമയാണെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ ജീവിതം കർത്താവിന് കൊടുക്കാൻ പറ്റുമോ? ഉന്നതിന്റെ ദൂതുകൾ ആലോചനകളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലോ. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നു, ഹല്ലേലൂയ, പാപത്തിന് നമ്മെ സമർപ്പിച്ചതുപോലെ, പാപത്തിന് അടിമപ്പെട്ടതുപോലെ, നമ്മൾ ചോദിക്കാതെ ചിന്തിക്കാതെ പാപ സ്വഭാവങ്ങൾ ഒരുപക്ഷെ കൂട്ടുകാരിൽ കൂടെ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ കൂടെ ഒക്കെ പാപം അകത്ത് കയറിയപ്പോൾ ആ പാപത്തിന്റെ സ്വാധീനതയിൽ മതിമറന്ന് പാപത്തിന് അടിമപ്പെട്ടതുപോലെ ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രാത്രി ഞാൻ ക്രിസ്തുവിന് അടിമപ്പെടുന്നു എന്ന്, ക്രിസ്തുവിന് ദാസനായിത്തീരുന്നു എന്ന്, നിഷ്കളങ്കരും വിശുദ്ധരുമായി മാറേണ്ടതിന് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നെങ്കിൽ ഞാൻ എന്റെ ക്രിസ്തുവിലേക്ക് തിരിയുന്നു. എന്റെ പഴയ പാപ സ്വഭാവങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്തെങ്കിലും പാപ സ്വഭാവങ്ങൾ എന്റെ ജീവിതത്തിൽ പിന്തുടരുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ആവശ്യമാണ്. എനിക്കൊരു മാറ്റം ആവശ്യമാണ്. പാപത്തിന് ഞാൻ അടിമപ്പെട്ടു. പാപ സ്വഭാവങ്ങൾക്ക്, ചിന്തകൾക്ക്, ഇടപെടലുകൾക്കൊക്കെ ഞാൻ വശംവദപ്പെട്ടു പോയ സാഹചര്യങ്ങൾ ജീവിതത്തിൽ കൈനാളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ എന്റെ കർത്താവിനെ സമർപ്പിക്കുന്നു. കർത്താവിന് ഞാൻ അടിമയാകുവാൻ, ദാസനാകുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ ഇന്ന് രാത്രി വചനത്തിന് മുമ്പിൽ സമർപ്പിക്കും? കർത്താവേ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവസഭയെ കർത്താവിനെ ആരാധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്താൽ മാനിക്കപ്പെട്ടൊരു ജീവിതവും ദൈവത്താൽ വിളിക്കപ്പെട്ടൊരു ജീവിതം നയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഹൃദയത്തിൽ ഒന്ന് തീരുമാനമെടുക്കാമോ? ഹല്ലേലൂയ. കരങ്ങൾ ഇന്ന് രാത്രി ഉയർത്തിയില്ലെങ്കിലും ഹൃദയത്തിൽ ഒന്ന് തീരുമാനിച്ചാട്ടെ. ഞാൻ ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ കർത്താവിന്റെ ദാസനായി മാറും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവം പിതാവും ദൈവമാക്കി വെച്ചവൻ. ഹല്ലേലൂയ. അവനെ ആരാധിപ്പാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എത്ര പേർ രാത്രി പറയും? ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. അധികമായി സമർപ്പണത്തോടെ, പരിശുദ്ധാത്മ നിറവോടെ നാം ഈ റോമർക്കെഴുതിയ പഠിക്കുമ്പോൾ ആഴത്തിൽ കർത്താവിനെ അറിഞ്ഞ് ആഴത്തിൽ സമർപ്പിക്കപ്പെട്ട് മുൻപോട്ട് പോകുവാൻ ദൈവങ്ങളിലേക്ക്